ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അദ്ദേഹം ഒരു ചോദ്യത്തെ ഇത്ര ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയേണ്ടതല്ല എന്ന ഒരു തമ്പുരാൻ മനോഭാവം ഉള്ളതുകൊണ്ടാണോ? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവജ്ഞയോടെ തള്ളിക്കളഞ്ഞതാ. കാരണം അത്രയും കാലമായിട്ട് ഒരു കേസ് പോലും കൊടുക്കാൻ സാധിച്ചില്ലല്ലോ. ജനങ്ങളോടാണോ അവജ്ഞ? വലിയ തെളിവ് അല്ല, എതിരാളികളോട്. നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതാണല്ലോ. നിങ്ങളിപ്പോ കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെടുകയാണല്ലോ. ഒരു കാര്യമില്ല അഭിലാഷ് മോഹൻ, ഒരു കാര്യമില്ല. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, തെളിവുണ്ടെങ്കിൽ കോടതിയിൽ പോകണം. അല്ല, അതിപ്പോ വെറുതെ ശബ്ദ മലിനീകരണം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. ശബ്ദ മലിനീകരണത്തിന്റെ പ്രശ്നമല്ല ഇവിടെ. ഇപ്പൊ അമ്പയർ തന്നെ ഒരു ടീമിൽ കളിക്കുമ്പോ പിന്നെ എത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ന് പറയുന്ന ഞാൻ അങ്ങയോട് യോജിക്കുകയാണ്. കാരണം ഇതിന്റെ അമ്പയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ ടീമിൽ കളിക്കുകയല്ലേ. അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങയോട് വലിയ എതിരഭിപ്രായമില്ല. കോടതി പോകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഞാൻ ഉപയോഗിക്കാത്ത വാക്ക് ഉപയോഗിക്കരുത്. കോടതി പോകണം. കോടതിയാണ് ഈ കോടതിയിൽ പോകണം. ഞാനതല്ലേ പറഞ്ഞത്, കോടതിയിൽ പോകണം. അതെ, ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല. എല്ലാം കോടതിയിൽ പോയി തീരുമാനിച്ചോണം. കച്ചേരി പറയുന്ന അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാം. ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോളാം. സംഘടനാ സംവിധാനം വെച്ചാണല്ലോ ഇത്രയും വോട്ടൊക്കെ ചേർത്തത്. അതെ, ഞങ്ങളെ മിടുക്കാണ്. സുരേന്ദ്രൻ പറഞ്ഞില്ലേ, ഇനിയും ചേർക്കും. 29-നും ചേർക്കും, 34-നും ചേർക്കും. ഇതപ്പൊ ചേർത്തോണ്ടിരിക്കുക. 12-ാം തീയതി ചേർത്തിട്ടുണ്ട്. തദ്ദേശ ചേർക്കുന്ന രീതി എന്ന് പറയുമ്പോ എന്റെ മൊബൈൽ നിക്കട്ടെ എന്റെ മൊബൈലുണ്ട് 25-30. ശ്രീപത്മനാഭൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിലായിരിക്കും വോട്ട് ചെയ്യുക? തൃശ്ശൂരിലായിരിക്കോ? ഞാൻ പറയട്ടെ, നിക്കട്ടെ സൗകര്യമുള്ളടത്ത്. എനിക്ക് സൗകര്യമുള്ളടത്ത്. അതെ, സൗകര്യമുള്ളത് പോലെയാണ് ഇതുവരെ എല്ലാ നേതാക്കളും വോട്ട് ചെയ്തിരിക്കുന്നത്. അതന്നെയാണ് കാണിക്കുന്നത്. അവിടെ ചെയ്യും. അതെ, അങ്ങനെ ചെയ്യുന്നു. അതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അംഗമായി മൻമോഹൻ സിംഗ് അസമിൽ നിന്ന് രാജ്യസഭാ അംഗമല്ലേ ആയത്? രാജ്യത്തിന്റെ അവസ്ഥ. അയ്യോ, മൻമോഹൻ സിംഗ് രാജ്യസഭാ അംഗമല്ലേ ആയത്? അയ്യോ, രാജ്യത്തിന്റെ അവസ്ഥ. അത് നിയമപ്രകാര ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ആസാം രാജ്യസഭാ അംഗമായി ചോദ്യം ചെയ്യാൻ പറ്റിയോ? ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. നിയമമാണ്. ചോദ്യം ചെയ്യൂ, കോടതിയിൽ പോകൂ. വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നല്ലേ രാജ്യസഭാ അംഗമായത്? മിടുക്കം. അതെ, നിയമാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. മൻമോഹൻ സിംഗ് ആസാം എന്നായത് നിയമമാണ്. ചോദ്യം ചെയ്യൂ. അതെന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? പിടിച്ച് അപേക്ഷിക്കുകയാണ് കോൺഗ്രസുകാരെ, കമ്മ്യൂണിസ്റ്റുകാരെ. അല്ല, അതെന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? താണു വണങ്ങി അപേക്ഷിക്കുകയാണ് കോൺഗ്രസുകാരോട്. ബുദ്ധിമുട്ട്. നിങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നോ തൃശ്ശൂര്? മൻമോഹൻ സിംഗോ വി മുരളീധരനോ രാജ്യസഭാ അംഗം എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞോട്ടെ. ശരി, ഇതിപ്പോ തൃശ്ശൂരിൽ മത്സരിച്ചവർക്ക് മാത്രമേ ഇക്കാര്യത്തിൽ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. പറയാണല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയാണല്ലോ. പറയട്ടെ. ഇങ്ങനെ എന്തൊരു ബുദ്ധിമുട്ടാ അയ്യോ അഭിലാഷ്, ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ആർക്കാണ് ടെൻഷൻ എന്നുള്ളത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ. അയ്യോ, ഒരു മന്ത്രിയോട് 31 സെക്കൻഡിൽ 7 ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയാണ്. അപ്പൊ ആർക്കാണ് ടെൻഷൻ എന്നുള്ളതൊക്കെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. അയ്യോ, തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാ. ഞങ്ങൾ ഉത്തരം പറയും. തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ചോണയുടെ കേസ് കോടതിയിൽ നിന്ന് കാണാം. കേസ് കൊടുക്ക്, കേരള ഹൈക്കോടതി കേസ് കൊടുക്ക്. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. കേസൊക്കെ മത്സരിച്ച ആളുകളും അവരുടെ ഏജന്റുമാരും കൊടുക്കുന്നുണ്ടാവും. കേസ് കൊടു.
അല്ല കേസൊക്കെ കൊടുക്കുന്നുണ്ടാവും. കേസൊക്കെ അവർ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഞാനല്ലല്ലോ കേസ് കൊടുക്കേണ്ടത്. ഓ സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? അല്ല 1.25 വർഷമായി ഇപ്പോഴാണല്ലോ ഓരോരോ കാര്യങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ് അവർക്ക് വേണ്ടി തൊണ്ടയിലെ വെള്ളം വറ്റിക്കണ്ട ഒരു കാര്യമില്ല. അല്ല ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ യോജിച്ചു. കാരണം അമ്പയർ ഒരു ടീമിൽ കളിക്കുന്ന മത്സരത്തിൽ പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ അങ്ങോട്ട് യോജിച്ചു. അവിടെ വിഷയമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല അങ്ങാണ് പറയുന്നത്. പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നത് നിയമവിരുദ്ധമായി BJP പെരുമാറിയിട്ടുണ്ടെങ്കിൽ സമീപിക്കൂ കേരള ഹൈക്കോടതിയെ. 40 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ 1.25 കൊല്ലായി. ഇനിയിപ്പൊ തെളിവൊക്കെ കിട്ടിയല്ലോ. കിൻഡൽ കണക്കിന് തെളിവുണ്ടല്ലോ. കിൻഡൽ കണക്കിന് തെളിവ്. നാളെ തന്നെ പോണം. മിടുക്കന്മാരായ വക്കീലന്മാർ കേരള ഹൈക്കോടതിയിലുണ്ട്. സമീപിക്കുക കേട്ടോ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ വക്കീൽമാരെ അത്രയും കോൺഫിഡൻസ് ആണ്. ഏത് കോടതിയിൽ പോയാലും ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ. നിങ്ങൾ സത്യസന്ധമായി നിയമപ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അതെങ്ങനെയാണ് പ്രകാരം പ്രവർത്തിച്ച ഇല്ലാത്ത അഡ്രസ്സിൽ വോട്ട് ചേർക്കുന്നതാണോ നിയമപ്രകാരം പ്രവർത്തിക്കൽ? ഇല്ലാത്ത അഡ്രസ്സിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എസ് അജയകുമാർ ഏത് അഡ്രസ്സിലാണ് വോട്ട് ചേർത്തത്? അതേ താമസിച്ച അഡ്രസ്സിലാണോ? ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. അല്ല ശ്രീപത്മനാഭൻ തൃശ്ശൂരിൽ അടഞ്ഞു കിടക്കുന്ന മിക്കവാറും ഫ്ളാറ്റുകളുടെ ഒക്കെ പേരിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. നിയമപരമാ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. അഭിലാഷ് ജഡ്ജി ആവണ്ടാന്ന്. കോടതിയിൽ നിന്ന് നിങ്ങൾ ജയിക്കുമെന്ന് എത്രയുള്ള കോൺഫിഡൻസ് എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ജഡ്ജൊന്നും ആവുന്നില്ല. ചോദ്യം ചോദിച്ചല്ലേ ഉള്ളൂ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. തൃശ്ശൂർ നഗരത്തിൽ ഇനി ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് കേരള ഹൈക്കോടതി കേസ് കൊടു. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? 29 ചേർക്കും, 34 ചേർക്കും, വോട്ട് ചെയ്യിപ്പിക്കും, ജയിക്കും. നമുക്ക് കാണാം. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു മണ്ഡലം ജയിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഈ നാടിന്റെ നാനാഭാഗങ്ങളിലുമുള്ള BJP-ക്കാർ ഒറ്റ മണ്ഡലത്തിൽ അവിടെ വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിച്ചാൽ കഴിഞ്ഞു. അതൊരു രാഷ്ട്രീയ വിജയമായി കാണും. 5-6 ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. 29-ൽ 5-6 ഒന്നല്ല, 29-ൽ ഒന്നല്ല 5-6. സുരേന്ദ്രൻ പറഞ്ഞില്ലേ? അല്ല അതിപ്പോ പിടിക്കും 29-ൽ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. സുരേഷ് ഗോപിയുടെ ബ്രദറിന് വരെ ഉണ്ട് കേട്ടോ 2 ID കാർഡ്. വരട്ടെ, ഞാൻ അടുത്ത ആളുകളിലേക്ക് പോയ ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. നോക്ക് കോടതി കൊടുക്ക്, കേസ് കൊടുക്കാൻ പറയും. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നല്ല വക്കീലിനെ വെക്കാൻ പറയും. എത്ര നല്ല വക്കീലാണെങ്കിൽ എന്താ കാര്യം? വേലി തന്നെ വിളവ് തിന്നുന്ന കാലമല്ലേ ശ്രീ പത്മനാഭൻ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് കാര്യമില്ല. ശരി ഞങ്ങളെടുത്താ അതെ, ഇല്ലാത്ത വിലാസത്തിൽ വോട്ട് ചേർക്കുന്നതാണല്ലോ ശരി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കേസ് കൊടുക്കപ്പോ ഇതെന്തു വെള്ളരിക്ക പട്ടണമാണ് സാർ. ഇങ്ങനെയാണോ ജനാധിപത്യം പ്രവർത്തിക്കേണ്ടത്? ചൂണ്ടിക്കാണിച്ചല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞങ്ങൾക്ക് ഈ പണിയൊക്കെ അറിയാം. പിന്നെ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്ന ലക്ഷണം ഉണ്ട്. സോണിയാഗാന്ധിക്ക് ചിലപ്പോ പണി വരും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.